ശബരിമല സ്വർണ്ണ കവർച്ചയിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കുകയാണ് SIT. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കടകംപള്ളിക്ക് വലിയ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ട് എന്ന നിഗമനത്തിലേക്ക് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എത്തിയിരിക്കുന്നു. സാമ്പത്തിക ഇടപാടുകൾ നടന്നത് ഒരു യുവതിയുടെ ഇടനിലയിലാണ് എന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുകയാണ്. ശബരിമലയിൽ സ്വാധീനമുറപ്പിക്കാനും പോറ്റിയെ കടകംപള്ളി സുരേന്ദ്രൻ സഹായിച്ചു എന്നതാണ്. രാജീവ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത രാജീവ് തുടരുകയാണ്. രാജീവ്, ഇനിയും ഈ കേസിൻ്റെ നാൾവഴികളും ഇതിൻ്റെ അന്വേഷണവും ശ്രദ്ധിക്കുന്ന മുഴുവൻ ആളുകളുടെയും മനസ്സിലുണ്ടാകുന്നൊരു ചോദ്യം, ഈ വിഷയം കേന്ദ്ര ഏജൻസിയായിട്ടുള്ള CBIയുടെ കൈകളിലേക്ക് എത്തുമോ എന്നതാണ്. അതിൽ സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് വളരെയധികം ശ്രദ്ധേയമാകും. BJP ഒരു ഭാഗത്ത് CBIയുടെ അന്വേഷണം വേണം എന്ന് പറഞ്ഞ് ഹൈക്കോടതിയിൽ രാജീവ് ചന്ദ്രശേഖർ തന്നെ ഹർജി നൽകിയ കാര്യം നമുക്കറിയാം. അപ്പോൾ കേന്ദ്ര ഏജൻസി ഇത് ഏറ്റെടുക്കാനുള്ള സാധ്യത എത്രത്തോളമാണ് രാജീവ്? കാരണം SITയെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ പറഞ്ഞാലും അതിന് പരിമിതികളുണ്ട്. ഇവർ ഈ കണ്ടെത്തലുകളൊക്കെ ഒരു ഭാഗത്ത് നടത്തുമ്പോഴും കടകംപള്ളിയെ അറസ്റ്റ് ചെയ്യുവാനോ പ്രതി ചേർക്കുവാനോ ഇതുവരെ ഈ SIT ശ്രമിച്ചിട്ടില്ല. ഹൈക്കോടതി എടുത്ത് കുടയുമ്പോൾ മാത്രമാണ് അന്വേഷണം കുറെയെങ്കിലും ശരിയായ ദിശയിൽ പോകുന്നത്. ഗൗതം, തീർച്ചയായും SITക്ക് ഇക്കാര്യത്തിൽ പരിമിതികളുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പ്രത്യേകിച്ചും ഈ കവർന്നെടുത്തു എന്ന് പറയുന്ന സ്വർണം ഇപ്പോഴും പൂർണ്ണമായി കണ്ടെത്താൻ പോലും SITക്ക് കഴിഞ്ഞിട്ടില്ല. അതിൽ പോലും വലിയ പരിമിതികൾ നിലനിൽക്കുകയാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് സ്മാർട്ട് ക്രിയേഷൻസിലേക്കാണ് ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകുന്നത്. ഈ കേന്ദ്ര ഏജൻസികൾ ഈ വിഷയം ഏറ്റെടുക്കാനുള്ള സാധ്യത സംബന്ധിച്ചായിരുന്നു ഗൗതം, തീർച്ചയായും കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിലൂടെ മാത്രമേ ഇതിൽ സത്യം പുറത്തു വരൂ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പ്രത്യേകിച്ചും SIT തന്നെ കണ്ടെത്തിയിരിക്കുന്നത് ഈ കവർന്ന സ്വർണം ആന്ധ്രയിൽ ഉൾപ്പെടെ ക്ഷേത്രങ്ങളിലേക്ക് പോയി എന്നാണ്. അതായത് സ്മാർട്ട് ക്രിയേഷൻസ് തന്നെയാണ് ആന്ധ്രയിലെ ചില ക്ഷേത്രങ്ങളിലും ഈ രീതിയിൽ സ്വർണം പൂശിയത്. ആ സമയത്ത്, അതായത് 2019 തന്നെയാണ് ഈ സംഭവം നടന്നത്. അതുകൊണ്ട് തന്നെ SITയുടെ പ്രത്യേക സംഘം ആന്ധ്രയിലെ ക്ഷേത്രങ്ങളിലെത്തി പരിശോധന നടത്തിയിരുന്നു. അവിടെയും സ്വർണം പൂശിയത് സ്മാർട്ട് ക്രിയേഷൻസ് ആണെന്ന് കണ്ടെത്തി. മാത്രമല്ല, സ്മാർട്ട് ക്രിയേഷൻസിലെ ചില രേഖകൾ ഉൾപ്പെടെ SIT പരിശോധിക്കുകയും ചെയ്തിരുന്നു. ഈ ക്ഷേത്രത്തിലെ സ്വർണം ഇവിടേക്ക് പോയി എന്ന് കണ്ടെത്തുകയാണെങ്കിൽ തീർച്ചയായും ആ തലത്തിൽ, അതായത് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഉൾപ്പെടെ പരിശോധന നടത്തേണ്ട ആവശ്യത്തിലേക്ക് എത്തുകയാണ്. അതിന് തീർച്ചയായും SITക്ക് പരിമിതികളുണ്ട്. മാത്രമല്ല, മറ്റ് പല വിഷയങ്ങളും അന്വേഷിക്കണം. ഇതെല്ലാം നടന്നിരിക്കുന്നത്, അതായത് സാമ്പത്തിക ഇടപാടുകളായാലും ഭൂമി ഇടപാടുകളായാലും കോറി മാഫിയയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായാലും ഒക്കെ നടന്നിരിക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചു കൂടിയാണ്. അതുകൊണ്ട് തന്നെ SITക്ക് ഇതിലൊക്കെ പരിമിതികളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്ന ആവശ്യം വളരെ ശക്തമായി ഉയരുന്നതും. രാജീവ് ചന്ദ്രശേഖർ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകുന്നു. മാത്രമല്ല, നിലവിൽ UDF സർക്കാരിനും അദ്ദേഹം, മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട കത്ത് നൽകിയിട്ടുണ്ട്. BJP ആവശ്യപ്പെടുന്നത് CBI അന്വേഷണം എന്നത് തന്നെയാണ്. നേരത്തെ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ UDFും CBI അന്വേഷണം വേണമെന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു. ഇനി CBI അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ, കേന്ദ്ര ഏജൻസികളുടെ പരിധിയിലേക്ക് ഇത് എത്തുമോ എന്നാണ് അറിയേണ്ടത്. അങ്ങനെയെങ്കിൽ മാത്രമേ ഈ കടകംപള്ളി ഉൾപ്പെടെയുള്ളവരുടെ പങ്ക് പൂർണ്ണമായും കണ്ടെത്താൻ കഴിയൂ എന്ന് തന്നെയാണ് ഹൈന്ദവ സംഘടന ഉൾപ്പെടെ പറയുന്നതും. മാത്രമല്ല, നമ്മൾ പുറത്തുവിട്ട തെളിവുകൾ നോക്കുകയാണെങ്കിലും ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ടതാണ്. 2018 മുതൽ, അതായത് യുവതീ പ്രവേശന വിഷയത്തിൽ കൃത്യമായ അജണ്ട ആ സമയത്ത് സർക്കാരിനുണ്ടായിരുന്നു. യുവതീ പ്രവേശന വിഷയം മനഃപൂർവ്വം ഉണ്ടാക്കിയ ഒന്നാണോ, പിന്നീട് ഇങ്ങോട്ടുള്ള നിയന്ത്രണങ്ങൾ അതിനുവേണ്ടിയാണോ, അതായത് ഈ ശബരിമലയിലെ സ്വർണ്ണം കവരുന്നതിന് വേണ്ടിയാണോ ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടാക്കിയത്? മാത്രമല്ല, അതിനുവേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ളവർ സഹായിച്ചിരുന്നോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ വിശദമായി തന്നെ അന്വേഷിക്കേണ്ട രീതിയിലേക്കാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരണമെങ്കിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം വേണമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഗൗതം, ഓക്കെ രാജീവ്, എന്തായാലും വ്യക്തമാണ്. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള വലിയ സാമ്പത്തിക ഇടപാടുകളുടെ ചുരുൾ അഴിയുകയാണ്. ശബരിമല സ്വർണ്ണ കവർച്ച കേസ് അന്വേഷിക്കുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഈ വിഷയത്തിൽ ചില നിർണായകമായ കണ്ടെത്തലുകൾ നടത്തി കഴിഞ്ഞിരിക്കുന്നു. ഒരു സ്ത്രീയെ ഇടനിലക്കാരിയാക്കിയാണ് പോറ്റിയും കടകംപള്ളി സുരേന്ദ്രനും തമ്മിലുള്ള വലിയ സാമ്പത്തിക ഇടപാടുകൾ നടന്നിരിക്കുന്നത്. ശബരിമലയിൽ വലിഞ്ഞു കയറി ഈ കണ്ട പ്രശ്നങ്ങളെല്ലാം സൃഷ്ടിക്കുന്ന നിലയിലേക്ക് പോറ്റിക്ക് വലിയ സ്വാധീനം ശബരിമല പോലെ ഒരു മഹാക്ഷേത്രത്തിൽ ഉണ്ടാകാൻ കാരണം കടകംപള്ളി ഇയാൾക്ക് പിന്നിലുണ്ട് എന്ന നിഗമനത്തിലേക്കും SIT സംഘം എത്തിയതായാണ് വിവരം. രാജീവാണ് ഈ വളരെ പ്രധാനപ്പെട്ട വാർത്തയുടെ അപ്ഡേറ്റ്സുമായി ചേർന്ന്